ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും സമ്പന്നമായ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നിട്ടും ദശകങ്ങളോളം നീണ്ടുനിന്ന കെടുകാര്യസ്ഥതയുടെയും ഏകാധിപത്യത്തിന്റെ ഫലമായി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ വെനസ്വേല ഇന്ന് ചരിത്രപരമായ സന്ധിയിലാണ്. നീണ്ട 11 വർഷത്തെ നിക്കോളാസ് മഡുറോയുടെ ഭരണത്തിന് അപ്രതീക്ഷിതമായി അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സൈനിക നീക്കത്തിലൂടെ മഡുറോ പിടിയിലായതോടെ ലോകം ഉറ്റുനോക്കുന്നത് വെനസ്വേലയുടെ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിലേക്കാണ്. 2013 ഹ്യൂഗോ ഷവേഴ്സിന്റെ മരണശേഷം അധികാരം ഏറ്റെടുത്ത നിക്കോളാസ് മഡുറോ വെനസ്വേലയെ ഒരു തീവ്ര ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാതയിലൂടെയാണ് നയിച്ചത്. എന്നാൽ ഈ ഭരണം രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുകയും പട്ടിണിയിലേക്കും പണപ്പെരുപ്പത്തിലേക്കും നയിക്കുകയും ചെയ്തു. 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മുഡോ ഗോൺസലസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചെങ്കിലും ഫലം അംഗീകരിക്കാൻ മഡുറോ തയ്യാറായില്ല. സൈന്യത്തെ ഉപയോഗിച്ച് അധികാരം നിലനിർത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറച്ച നിലപാടുകൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു. മയക്കുമരുന്ന് കടത്ത്, മനുഷ്യാവകാശ ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തി മഡുറോയെ പിടികൂടാൻ അമേരിക്ക നീക്കം ശക്തമാക്കി. ഒടുവിൽ മഡുറോ പിടിയിലായതോടെ വെനസ്വേലൻ തെരുവുകൾ ആഘോഷഭരിതരായി. മഡുറോയെയും ഭാര്യയെയും ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റാനാണ് നീക്കം നടക്കുന്നത്. മഡുറോയുടെ വീഴ്ചകൾക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് മരിയ കൊറീന മച്ചോഡോയുടേതാണ്. നോബൽ സമ്മാന ജേതാവും വെന്റെ വെനസ്വേല എന്ന മധ്യ വലത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായ മച്ചാഡോ വർഷങ്ങളായി മഡുറോ ഭരണകൂടത്തിനെതിരെ പൊരുതുന്ന കരുത്തുറ്റ വനിതയാണ്. മഡുറോയുടെ അറസ്റ്റിന് ശേഷം മച്ചോഡോയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അമേരിക്കൻ ഭരണകൂടം താൽപര്യപ്പെടുന്നു എന്ന വാർത്തകളും പുറത്തുവന്നു. താൻ നേരിട്ട് അധികാരം കൈയാളുന്നതിനേക്കാൾ തിരഞ്ഞെടുപ്പിൽ ജനവിധി നേടിയ എഡ്മുഡോ ഗോൺസലസ് പ്രസിഡന്റ് ആവണമെന്നാണ് മച്ചോഡോ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും രാജ്യത്തെ നിയമവ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിൽ മച്ചോഡോയുടെ നേതൃത്വത്തിന് വലിയ പങ്കുണ്ടാകുമെന്നതും ഉറപ്പാണ്. ഇത് വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തിന്റെ നിമിഷമാണെന്ന് പ്രഖ്യാപിച്ച മച്ചാഡോ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുമെന്നും ജനാധിപത്യം തിരികെ കൊണ്ടുവരുമെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. മഡുറോയുടെ ഭരണകാലം വെനസ്വേലയുടെ കറുത്ത അധ്യായമായാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം ഉണ്ടായിട്ടും രാജ്യത്തെ ജനങ്ങൾ ഭക്ഷണത്തിനും മരുന്നിനുമായി തെരുവുകളിൽ അലയേണ്ടി വന്നു. ഏകദേശം 80 ലക്ഷത്തോളം ജനങ്ങളാണ് പട്ടിണിയും പീഡനവും ഭയന്ന് രാജ്യം വിട്ടത്. ഇത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റ പ്രതിസന്ധികളിൽ ഒന്നായി മാറി. പണപ്പെരുപ്പം നിയന്ത്രണാതീതമാവുകയും കറൻസിക്ക് മൂല്യമില്ലാതാവുകയും ചെയ്തു. ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തിയ ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കുകയും നൂറുകണക്കിന് ആളുകളെ സൈനിക നടപടികളിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്തു. ക്യൂബൻ സർക്കാരുമായുള്ള മഡുറോയുടെ അടുത്ത ബന്ധം വെനസ്വേലയെ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെനസ്വേലൻ നയം വളരെ വ്യക്തമായിരുന്നു. മഡുറോയെ ഒരു നിയമവിരുദ്ധ ഭരണാധികാരിയായി കണ്ട ട്രംപ് അദ്ദേഹത്തെ പുറത്താക്കാൻ എല്ലാവിധ സമ്മർദ്ദങ്ങളും ചെലുത്തി. മച്ചാഡോയെ പ്രസിഡന്റാക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ ട്രംപ് ഔദ്യോഗികമായി നിഷേധിച്ചെങ്കിലും വെനസ്വേലയുടെ നിയന്ത്രണം താൽക്കാലികമായി അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജോർജ് ജൈസ്റ്ററ്റിയെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നത് മച്ചാഡോയും ഗോൺസലസും ചേർന്നുള്ള ഒരു ഇടക്കാല സർക്കാർ രാജ്യത്തെ സുസ്ഥിരതയിലേക്ക് നയിക്കുമെന്നാണ്. മച്ചോഡോയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നവർ വെറും രാഷ്ട്രീയക്കാരല്ല, മറിച്ച് മാറ്റം ആഗ്രഹിക്കുന്ന യുവജനങ്ങളും പ്രൊഫഷണലുകളുമാണ് എന്നത് വലിയൊരു പ്ലസ് പോയിന്റായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മഡുറോയെ ന്യൂയോർക്കിൽ വിചാരണ ചെയ്യുന്നതിനെതിരെ ചില ആഭ്യന്തര പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. പുതിയ ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംതാനി ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മഡുറോയെ പുറത്താക്കിയത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് മംതാനി ആരോപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടി. ന്യൂയോർക്കിലുള്ള ആയിരക്കണക്കിന് വെനസ്വേലൻ കുടിയേറ്റക്കാരെ ഈ നീക്കം ബാധിക്കുമെന്ന ആശങ്കയും ഇവിടെ പങ്കുവച്ചു. എന്നാൽ ഭൂരിഭാഗം വെനസ്വേലക്കാരും ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയാണ്. വർഷങ്ങളായി തങ്ങളെ പീഡിപ്പിച്ച ഒരു ഏകാധിപതി നിയമത്തിന് മുന്നിൽ വരുന്നത് അവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കത്തിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഒരു രാജ്യത്തെ ഭരണാധികാരിയെ മറ്റൊരു രാജ്യം സൈനികമായി പിടികൂടുന്നത് അന്താരാഷ്ട്ര കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും UN വക്താവ് പറഞ്ഞു. അത് ഭാവിയിൽ ലോകത്തെ മറ്റ് ഭാഗങ്ങളിലും സമാനമായ ഇടപെടലുകൾക്ക് വഴിമരുന്നിടുമോ എന്ന ഭയമാണ് പല നയതന്ത്രജ്ഞരും പങ്കുവെക്കുന്നത്. എങ്കിലും വിനാശകരമായ ഒരു ഏകാധിപത്യത്തിൽ നിന്നും ഒരു ജനതയെ രക്ഷിക്കാൻ മറ്റ് മാർഗങ്ങളില്ലായിരുന്നു എന്ന വാദമാണ് അമേരിക്കൻ അനുകൂലികൾ ഉയർത്തുന്നത്. മഡുറോ പോയതുകൊണ്ട് മാത്രം വെനസ്വേലയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ കഠിനമാണ്. തകർന്നുപോയ എണ്ണ വ്യവസായത്തെ പുനരുദ്ധരിക്കുകയും കറൻസിക്ക് സ്ഥിരത നൽകുകയും വേണം. രാജ്യം വിട്ടുപോയ ദശലക്ഷക്കണക്കിന് പ്രൊഫഷണലുകളെ തിരികെ എത്തിക്കുക എന്നത് വലിയൊരു ദൗത്യമാണ്. വർഷങ്ങളായി അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന പോലീസ് സൈനിക വിഭാഗങ്ങളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള സാമ്പത്തിക നിക്ഷേപമില്ലാതെ വെനസ്വേലയ്ക്ക് കരകയറാൻ കഴിയില്ല. മരിയ കൊറീന മച്ചോഡോയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഇതിന് കഴിയുമെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്. മച്ചാഡോയ്ക്ക് വെനസ്വേലൻ ജനത നൽകുന്ന 70% പിന്തുണ ഈ മാറ്റത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. വെനസ്വേലയിലെ ഈ മാറ്റം കേവലം ഒരു വ്യക്തിയുടെ വീഴ്ചയല്ല, മറിച്ച് ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു ജനാധിപത്യത്തിന്റെ പോരാട്ടമായാണ് ചരിത്രം രേഖപ്പെടുത്തുക.
മരിയ കൊറീന മച്ചാഡോ എന്ന ധീരയായ വനിതയും ട്രംപിന്റെ കർക്കശമായ വിദേശ നയവും ചേർന്ന് വെനസ്വേലയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയും ചില രാഷ്ട്രീയ നേതാക്കളും ഈ നീക്കത്തെ വിമർശിക്കുമ്പോഴും പട്ടിണിയിൽ നിന്നും പീഡനത്തിൽ നിന്നും മോചനം ലഭിച്ച ഒരു ജനതയുടെ സന്തോഷത്തിനാണ് ഇവിടെ മുൻഗണന ലഭിക്കുന്നത്. വെനസ്വേലയുടെ മണ്ണിൽ ഇനി വിതയ്ക്കപ്പെടുക ജനാധിപത്യത്തിന്റെയും സാമ്പത്തിക സമൃദ്ധിയുടെയും വിത്തുകളായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മഡുറോയുടെ വിചാരണ ലോകത്തിന് നൽകുന്നത് ഒരു പാഠമായിരിക്കും. ജനങ്ങൾക്കെതിരെ തിരിയുന്ന ഏത് ഏകാധിപതിക്കും നിയമത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന വലിയ പാഠം.